ഇതിന്റെ വില എത്ര അറിയങ്ങൾ? ഇത്രയും വലുത് കണ്ടങ്ങള്. ഇവിടുത്തെ വില 220 രൂപ. ഇതെത്ര? ഇതിന് എത്ര പറഞ്ഞു? 37. 37 എന്ന് പറഞ്ഞാൽ 500 റുപ്യ. സാധനത്തിന് ഇവിടുത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതായത് വെറും 8 RMB. നാട്ടിലെ 100 രൂപ. ഈ കാണുന്ന ഷാൻഡിയറിന് 190 RMB ആണ്. ഈ 3 കിലോവാട്ടിന്റെ മൊത്തം ബാറ്ററി വിത്ത് ഇൻവെർട്ടർ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു 40,000 രൂപന്റെ അടുത്താണ്. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചൈനയിലേക്ക് പോകും. ഇതാണ് മറ്റൊരു വ്യത്യാസം കാണുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് LED വന്നത് നമ്മൾ പുതിയതായിട്ടാണ് കേട്ടോ കാണുന്നത്. मुंबई से हूँ और यहाँ पे ये लाइट मार्केट देखने आए. ഇനി ഏറ്റവും ഞെട്ടാൻ പോകുന്ന ഒരു സാധനം കേട്ടോ. വെൽക്കം ചൈന. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? അങ്ങനെ നല്ല തണുപ്പത്ത് ചൈനയിലാട്ടോ. നല്ല തണുപ്പത്താണ്. ചൈനന്റെ ചൈനീസ് ന്യൂ ഇയർ വരികയാണ്. അതിന്റെ മുമ്പായിട്ട് നമ്മളൊരു ചൈന വിസിറ്റാണ്. ചൈന വിസിറ്റിൽ ഇന്ന് നമ്മള് ഫാൻസി ലൈറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ് അപ്ഡേഷൻ വരുന്നത് നമുക്ക് നോക്കിയാലോ. ഓരോരോ മാറ്റങ്ങളും ഞാൻ വ്യത്യാസമായിട്ട് പറഞ്ഞുതരാം കേട്ടോ, പുതിയ ഡിസൈൻസും. അപ്പൊ നമ്മളെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലൈറ്റുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മള് ഈ ഷോറൂമില്, ഈ ഫാക്ടറിന്റെ ഷോറൂമില്. സന്തോഷ് ഭായ് ഹായ്, ആപ് ബോലിയെ, आप बता दीजिए आपका बारे में. मैं मुंबई से हूँ और यहाँ पे ये लाइट मार्केट देखने आए. लेकिन आप क्या कर रहे हैं मुंबई में? मेरा बिजनेस है. हाँ, मैन्युफैक्चरिंग फील्ड में. आप चाइना हर वक्त में आ रहे हैं? ഓക്കെ. അപ്പൊ ഈ നമ്മളെ സന്തോഷ് ഭായി പൂനെന്നാണ് കേട്ടോ. അപ്പൊ നമ്മള് സന്തോഷ് ഭായിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. നമ്മളെ കസ്റ്റമറാണ്. ഇവിടെ ലൈറ്റിലെ വ്യത്യാസം നമ്മളിപ്പോ പറയാൻ പോകുന്നത് കണ്ടില്ല നിങ്ങള്. LED നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ എല്ലാം കണ്ടിട്ടുണ്ട്. ഇത് ഡയമണ്ട് ലുക്കിലേക്കാണ് ഇപ്പൊ വന്നത്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു ഡയമണ്ട് ലുക്കില്ലേ ഇതിന്റെ പ്രൊജക്ഷനൊക്കെ. പിന്നെ കൂടാതെ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് LED വന്നത് നമ്മൾ പുതിയതായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനത്തെ ഡിസൈന് നമ്മൾ എല്ലാ ടൈപ്പിലും ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത ഇത്ര ഭംഗിയുണ്ട്. നമ്മൾ പുതിയ വീടുകൾക്ക് വെക്കുമ്പോൾ നല്ല ഭംഗി വരും ചുമരുകളിൽ. കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ ഭംഗി തന്നെ. ഒരു വെറൈറ്റി ഇതിലല്ലേ, ശരിക്കും വലിയ ലൈറ്റൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗി. ഒക്കെ ഡയമണ്ട് ലുക്കിലാണ് കേട്ടോ വരുന്നത്, സ്റ്റോൺ ലുക്കിലൊക്കെ വെച്ചിട്ട്. പിന്നെ എല്ലാത്തിന്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ഈ LED പാക്കിംഗ് ഇട്ട് എന്നുള്ളതാണ് പുതിയ വ്യത്യാസമായിട്ട് കാണാൻ കഴിയുന്നത്. ഇത് വലിയ വിലകളും ഇല്ല കേട്ടോ, ചെറിയ വിലകളും തന്നെ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മളെ ഫാൻസി ലൈറ്റിൽ ഏറ്റവും പുതിയ അപ്ഡേഷനായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരോ ഡിസൈനുകൾ നോക്കിക്കോളിട്ടോ. അപ്പൊ ഇത് ഡയമണ്ട് കട്ടിങ്ങിന്റെ വ്യൂ ആണെങ്കിൽ ഇത് വാമിലെ നമ്മളെ ഡോട്ടിന്റെ കേട്ടോ. എന്തെങ്കിലും ഇതിൽ നമ്മളെ ഡിസൈൻ നാട്ടിലുണ്ട്, പക്ഷെ ഇതില് വ്യത്യാസം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് ഡോട്ട് വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന്റെ ഡോട്ട്സ് നല്ല വ്യത്യാസങ്ങളുണ്ട്. ഒന്നുകൂടി ഫിനിഷിംഗ് ഉണ്ട്. ഈ കട്ടിംഗ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഇതിന്റെ ഗോൾഡൻ ആയിട്ടും പിന്നെ സെമി ഗോൾഡ് ആയിട്ടുള്ള അതാണ് ഡിസൈനിൽ വരുന്ന വ്യത്യാസം. മുമ്പൊക്കെ നമ്മൾ വൈറ്റ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒരു സെമി ഗോൾഡിൽ വാം ലുക്കിലേക്കാണ് അതിനെ കൊണ്ടുവന്നത് കേട്ടോ. ഇത് നമ്മളെ അവിടെ തന്നെ നമ്മൾ വാളുകളിൽ, നമ്മളെ മതിലുകളിലൊക്കെ വെക്കുന്ന ടൈപ്പാണ് ലൈറ്റ്. പക്ഷെ അതിന് വ്യത്യാസം ഇങ്ങനെ ഒരു ഡോട്ട് ഡയമണ്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതാണ് അതിന്റെ ഏറ്റവും രസം. നമ്മളെ മഞ്ഞുതുള്ളികൾ വന്ന് വീണതുപോലെയുള്ള നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ലൈറ്റില്. ഇതാണ് മറ്റൊരു വ്യത്യാസം കാണുന്നത്. നമ്മളെ മതിലുകളിൽ വെക്കുന്ന, വോളിലൊക്കെ വെക്കുന്ന ലൈറ്റിന്റെ വ്യത്യാസങ്ങളാണ് കേട്ടോ. ഇനി ഏറ്റവും ഞെട്ടാൻ പോകുന്ന ഒരു സാധനം കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഇത് നമ്മളെ സീലിങ്ങുകളിലൊക്കെ കൊടുക്കുന്ന റൗണ്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത് വാമിലും വൈറ്റിലും ഒക്കെ ഉണ്ടാവും. അതിന്റെ ബോർഡർ കണ്ടങ്ങൾ ചെയ്തത്. ഈ ബോർഡറിലെ ലൈറ്റിന്റെ ഭംഗിയാണ് ഏറ്റവും അടിപൊളി ഭംഗി കേട്ടോ. ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അങ്ങനെ നമ്മളെ കോളിൻ രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. കോളിനെ, നീ എവിടെയാണടാ അത്രയും കാലം? കണ്ടോ, തടിക്കൊക്കെ ചെയ്തോ? പൈസക്കാരനായിണ്ടാവും, അതിനെ കൊണ്ടാണ് തടി. ഒന്ന് പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാന്നുള്ളത്.
അല്ല ഇത് നമ്മുടെ RGB ആണ്. ആ. RGB ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അതെ. ഇപ്പോ എന്താ പറയാ നമ്മുടെ മോളിലൊക്കെ. അതെ, അതിന് നമ്മൾ ആ റൗണ്ട് വന്നതാണ് അതിന്റെ വ്യത്യാസം പുതിയത്. അതൊന്ന് ഗ്ലാസ് ക്രിസ്റ്റലിൽ വരുന്ന. അതെ അതൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഓണാക്ക്, അതിന്റെ വ്യത്യാസം കാണട്ടെ. കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് കണ്ടങ്ങള് അടുത്തൊന്നും കൂടി ഓഫ് ആക്കി ഓണാക്ക്. കണ്ടോ, പല കളറിലേക്കാ വരുന്നത്. 3 വട്ടം 4 വട്ടം സംഗതികൾ വരുന്നുണ്ട്. ഇതും വില കുറഞ്ഞ തന്നെ കേട്ടോ. അപ്പൊ നമ്മൾ മുമ്പ് വാങ്ങിച്ച അതേ വില തന്നെ ഉണ്ടാവുള്ളൂ. ഒരു ഡിസൈൻ മാറ്റി എടുത്തതാണ്. ഒന്നും പറയാനില്ലല്ലേ. ഇതൊക്കെയാണ് ഇനി വരാൻ കിടക്കുന്നത് കേട്ടോ. അടുത്ത സീസണിൽ നാട്ടിലേക്ക് എത്താനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മളെ അതിന്റെ മുതലാളിച്ചി നമുക്ക് വില പറയാണ്. എത്ര? ഇത് 10 വാട്ടിന്റെയാണ് സാധനം. ഈ സാധനത്തിന് ഇവിടുത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതായത് വെറും 8 RMB. അതായത് നാട്ടിലെ 100 രൂപ. ഇത് നാട്ടിലൊക്കെ വിൽക്കുന്നത് 1000 രൂപ. അല്ല, ഇത് എത്തിയിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പം ഈ ഡിസൈൻ എത്തിക്കാണാൻ വഴിയില്ല. ഇത് പുതിയ മോഡലാണെന്നാണ് അവർ പറയുന്നത്. അതാണ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ അതുകൊണ്ടല്ലേ ഇത് സ്പെഷ്യൽ എടുക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ സാധനത്തിന് 100 രൂപയാണെങ്കിൽ പല സാധനത്തിന് 2 രൂപയാകും. നിങ്ങൾ തന്നെ അത് നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഇതിൽ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ വീടുകളിലേക്ക് കണ്ടെങ്കിൽ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ വില കേട്ടോ. ഇനി ഇതിനെ റേറ്റ് ഒക്കെ ഇനി നല്ലോണം പൊട്ടുണ്ട്. അതല്ല, ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞ് വരുമ്പം പിന്നെ നല്ല വരും. പൊതുവെ ചൈനീസ് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ന്യൂ ഇയർ കഴിയുമ്പോൾ എല്ലാത്തിനും വില കൂടും. അതായത് റോ മെറ്റീരിയൽസിനൊക്കെ വില കൂടുന്നതുകൊണ്ട് ഈ സാധനത്തിനൊക്കെ വില കൂടും. ഇപ്പൊ വാങ്ങിച്ച ലോട്ടറി പോലെ. അതെ, പക്ഷെ അപ്പോഴും കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷനായി പ്രൈസിലൊക്കെ മാറ്റം വരും. പുതിയ ഡിസൈൻ വരുമ്പോഴുള്ള ഒരു റേറ്റിന്റെ കേട്ടോ ഇത്. ഇത് ഓരോരോ ഡയമണ്ട് ഇതും ഞാൻ കാണിച്ചിറങ്ങിട്ട് കളർ വ്യത്യാസങ്ങൾ ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഭംഗിയാന്നറിയാം. ആകെ ഞെട്ടിക്കുത്തിരിക്കുക കേട്ടോ കണ്ടിട്ട്. കാരണം നമ്മൾ ഈ 8 RMB 6 RMB 5 RMB ഒക്കെ ഇല്ലേ, നമ്മൾ ഈ സാധനത്തിന് മുമ്പ് സീലിങ്ങിന് ഇവിടുന്ന് എടുത്തതാണ്. ഇതിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു സെറ്റ് ചെയ്തിട്ട് അതേ വിലക്ക് തന്നെയാണ് സാധനം കിട്ടാൻ പോകുന്നത്. അപ്പൊ നാട്ടിൽ നിങ്ങൾ ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു 200 ചില്ലാണം 300 ചില്ലാണം രൂപ ഒക്കെ ഉണ്ടാവും നാട്ടിലെ വില. അതേ വിലക്ക് തന്നെ ഈ സാധനം കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ. ഒരു വ്യത്യാസവും ഇല്ല. എന്നാലോ ഭയങ്കര ഡിസൈനിൽ ഒരു രക്ഷയില്ല കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോ എത്രത്തോളം ഭംഗി കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൽ നമ്മൾ ഈ ഒരു കട്ടിങ്ങിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കണ്ടതാണ്. ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു കട്ടിങ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ഡയമണ്ട് കട്ടിങ് ലൈറ്റിന് എന്നല്ലാണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ. ഈ കാണുന്ന ഷാൻഡിയറിന് 190 RMB ആണ്. ഈ ഷാർന്ന ഷാൻഡിയർ നാട്ടിലൊക്കെ 25,000 ഇരിക്കുന്ന ആന്നില്ല. ഇപ്പൊ 25,000 ഒന്നുമില്ല. അതെ, 190 എന്ന് പറഞ്ഞാൽ 2,000 ചില്ലാൻ റുപ്യയില്ലേ? അതെ അതെ. എന്തായാലും നാട്ടിലിപ്പോ ഒരു 10 റുപ്യ ആ റേഞ്ചിലാണ് ഉണ്ടാവുക. അതെ അതെ അതെ. പക്ഷെ നമ്മള് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചൈനയിലേക്ക് പോവാ, എന്നിട്ട് പർച്ചേസ് ചെയ്ത് പോവുക. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്. അത് എപ്പോഴും പറയുന്നതാണ്. എന്നാലും വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് പറയാതെ നിവൃത്തിയില്ല അല്ലേ. നമ്മളെ പോലും പറയാതെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വാങ്ങണമെന്ന് തോന്നും. അങ്ങനെയാണ് ഇവിടുത്തെ. മാം, യുവർ ഗുഡ് നെയിം? ഗുഡ് നെയിം ഡോറിസ്. ഹലോ ഇന്ത്യ. വെൽക്കം ചൈന. വെൽക്കം ചൈന. യു സേ വെൽക്കം ചൈന. വെൽക്കം ചൈന. ഹബീബി കം ടു ചൈന. അപ്പൊ ഇതാണ് കേട്ടോ. നമ്മള് ഇതിങ്ങനെ ഈ വ്യൂവിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭംഗി കൂടി മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മള് ഫാൻസി ലൈറ്റിൽ വ്യത്യാസം കണ്ടിട്ടാണ് ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിനൊക്കെ വരുന്നത് കോളിനെ ഇതിനൊക്കെ ഏകദേശം എങ്ങനെ വില ഉണ്ടെന്ന് പറഞ്ഞുതരാൻ പറയും. ഈ ടൈപ്പിൽ എന്ത് വില ഉണ്ട്? ഈ ടൈപ്പിലുള്ളതിന് അതെ. ഇതിനൊക്കെ എന്ത് വില ഉണ്ട്? ആ 32
是啊，是啊，啊，对，这个是37，这个是水晶不，42 那水晶的，水晶的贵。 അല്ല 42 എന്ന് പറഞ്ഞാൽ 600 റുപ്യ. ആ. ഇതിന് എത്ര പറഞ്ഞു? 37. 37 എന്ന് പറഞ്ഞാൽ 500 റുപ്യ. 500 രൂപ ഒക്കെയാണ് ഇവിടുത്തെ വില കേട്ടോ പറയുന്നത്. പക്ഷെ സംഗതി സത്യത്തിൽ ഒരു വീട്ടിലേക്ക് വന്നപ്പോ ലൈറ്റ് ആകെ വേണ്ടി വരിക, എത്ര റുപ്യന്റെ സാധനം ആകെ വരിക? ഒരു 10,000 റുപ്യക്ക് നല്ല ലൈറ്റ് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. 都是一样的。 അപ്പൊ നമ്മള് അടുത്തൊരു ഷോറൂമിലാട്ടോ കയറുന്നത്. അടുത്തൊരു ഷോറൂമിലാണ്. ഇവിടെ നമ്മൾ കണ്ടതില് ചെറിയ LED-ലുള്ള സ്റ്റോണിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് വാം ലൈറ്റില് പല ടൈപ്പ്, ഗോൾഡൻ വാം അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പിലാണ് ഇതിലുള്ളത്. ഇവിടെതാ ഇത് നമ്മളെ സെന്ററിലേക്ക്, ഹാളിലേക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഭയങ്കര ഡിസൈനുള്ള സാധനം കേട്ടോ. ഭയങ്കര ഡിസൈനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വരുന്ന വിലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ ഒരു 10,000 8,000 രൂപക്കാണ് ഓരോന്നിനും വില വരിക. ഇതൊക്കെ നോക്കിയാൽ എന്താ രസമല്ലേ. അടുത്തത് നമ്മൾ സോളാർ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ ലൈറ്റ് അങ്ങനെയുള്ള അപ്ഡേഷൻസിലാട്ടോ. ഇവിടുത്തെ വില എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പലതും ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൽ തന്നെ നിങ്ങൾ നല്ല ഭംഗിയുള്ളത് കണ്ടോ? നമ്മൾ ലൈറ്റുള്ളത് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതാണ് ഇതൊക്കെ കാണാൻ. LED-യിൽ ഇതൊക്കെ സോളാറാണ് കേട്ടോ. സോളാറിലുള്ളതാണ്. സോളാറില് ഇപ്പം കാണിച്ച ഒന്നുണ്ട് കേട്ടോ ആള്. അതായത് അതിന്റെ വില പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി ഞാൻ. സോളാറിലാട്ടോ. സോളാറ് രാത്രി ഓവർനൈറ്റ് കത്തും. ബാറ്ററി പവർ 1 ഡേ, അതായത് ഒരു ദിവസം മൊത്തം ചാർജ് ആയി കഴിഞ്ഞാൽ കത്താനുള്ള 24 മണിക്കൂർ കത്താനുള്ള കപ്പാസിറ്റി ഇതിന്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്. ഇതിന്റെ വില എത്ര അറിയങ്ങൾ? ഇത്രയും വലുത് കണ്ടങ്ങൾ. ഇവിടുത്തെ വില 220 രൂപ. 220 നാട്ടിൽ കിട്ടിയാൽ ഒരു 1,500 റുപ്യ ആവൂലേ നാട്ടിൽ മിനിമം? 220 രൂപ കേട്ടോ. അപ്പൊ ഇതാണ്. ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റും നമ്മളെ സോളാർ ലൈറ്റ്സുകളാണ്. സോളാർ ലൈറ്റിൽ ഇഷ്ടം പോലെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇഷ്ടം പോലെ വലിയ ലൈറ്റുകളാണ് സോളാറിൽ വരുന്നത്. ദിസ് ഈസ് നോട്ട് സോളാർ, റൈറ്റ്? നോ സോളാർ. Solar, electric, all have. സോളാർ ഓൾസോ ഹാവ്. Yeah, all have. ഇതിൽ സോളാറും കൂടി ഉണ്ട് കേട്ടോ. സംഭവത്തിലെ എല്ലാ ഡിസൈനിലും സോളാറും നോർമലും ഉണ്ട്. ഇപ്പൊ സോളാറിൽ നിങ്ങൾ കണ്ടോ ശരിക്കും ഈ LED ലൈറ്റ്സിന്റെ വ്യത്യാസം കണ്ടോ നിങ്ങൾ? വലിപ്പം ഇത്രല്ല. നമ്മൾ സ്ട്രീറ്റിലൊന്നും ഇനി ഒരിക്കലും നമുക്ക് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ രീതിയിലാണുള്ളത് ഫുള്ള്. നമ്മള് ഇവരെ അഡ്രസ് വാങ്ങിക്കാണ്. വലിയ ഫാക്ടറിയാണ്. നമുക്ക് ഈ ഓർഡറിനൊക്കെ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ. ക്യാമറാസിന്റെ ഉണ്ട്. അതേപോലെ ഇത് നമ്മൾ പിന്നെ കാണുന്ന ക്യാമറയാണ്. ഈ വലുപ്പത്തിലുള്ളത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ക്യാമറന്റെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇവിടുത്തെ പുതിയ അപ്ഡേഷൻ വന്നത് 3 കിലോ വാട്ട്, 5 കിലോ വാട്ട്, 10 കിലോ വാട്ട്. ഇതിന്റെ ഇൻവെർട്ടർ വിത്ത് ബാറ്ററിന്റെ അർത്ഥം നമ്മൾ കാണുന്നത് ഹൈബ്രിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാനൽ മാത്രമാണ്. വളരെ സിമ്പിളാണ്. ഇലക്ട്രിസിറ്റിന്റെ കറണ്ട് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയെല്ലാം ഇതൊക്കെ നാട്ടിലിപ്പം ചെറിയ രീതിയിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വിലയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വരിക. ഈ 3 കിലോ വാട്ടിന്റെ മൊത്തം ബാറ്ററി വിത്ത് ഇൻവെർട്ടർ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു 40,000 രൂപന്റെ അടുത്താണ്. മറ്റേത് 70,000 രൂപന്റെ അടുത്താണ്. 10 കിലോ വാട്ടിന് 1,15,000 രൂപന്റെ അടുത്താണ് ഇവിടുത്തെ വരുന്നത്. ഒരു ഹൈ കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും ഇൻവെർട്ടർ കൂടിയാണ് ഇതിന്റെ അകത്ത് കേട്ടോ. ഏറ്റവും പുതിയ പ്രോഡക്റ്റ്, അപ്ഡേറ്റഡ് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഏറ്റവും പുതിയ അപ്ഡേഷനുള്ള ഷോറൂമിൽ മാത്രമേ കയറുള്ളൂ കേട്ടോ. അല്ലാത്തതൊന്നും നമ്മൾ കയറുന്നില്ല. അപ്ഡേറ്റഡ് ഏതാണോ അത് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ട ഡിസൈൻ തന്നെയാണ്. അതിൽ കുറച്ചുകൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ കൂടുതലുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് പുതിയൊരു ഡിസൈൻ മാതിരി വന്നത് കേട്ടോ. ഇത് നമ്മൾ ആന്റിക്കൊക്കെ വെക്കുന്നത് പോലുള്ള ഒരു സംഗതിയിലാണുള്ളത് കണ്ടോ. ഇതിൽ നമുക്കൊരു ആന്റിക്ക് പോലെ നല്ല ഡിസൈനായിട്ടൊക്കെ വെറൈറ്റി നല്ല തറവാടുകൾക്കൊക്കെ വെക്കാൻ പറ്റിയ ഡിസൈനുകളാണ് കേട്ടത്. ഹലോ, ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുന്നത്. ഇതൊരു അപ്ഡേഷനും കൂടിയാണ് കേട്ടോ. ഓ, ഇത് ഭയങ്കര സംഭവമാണല്ലോ. രണ്ടങ്ങൾ വൈറ്റ് ഇതിന് പകരം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗോൾഡും വൈറ്റും കൂടി കൂടിയിട്ടുള്ള LED ലൈറ്റ്സ്.
ഇത് ഈ രീതിയിൽ ആന്റിക് ലുക്കിലേക്കുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ട് മതി തീരും കേട്ടോ. ഹലോ, ഇതിന്റെ ലെങ്ത് കണ്ടങ്ങൾ എമ്മാതിരി ലെങ്ത് ആണെന്നറിയാം. ഫുള്ള് ഓരോ ടൈപ്പിലാട്ടോ ഉള്ളത്. സംഭവം ചെറിയ കുറഞ്ഞ ലൈറ്റ് ഇതിന് വരുള്ളൂ കേട്ടോ. ലൈറ്റ് തീരെ വേണ്ട. ഇതൊക്കെ ഇതിന്റെ റിഫ്ലക്ഷനിലുള്ള ലൈറ്റാണ് നമുക്ക് ഭംഗിയും കാര്യങ്ങളൊക്കെ തരുന്നത് കേട്ടോ. ഇത് കുറച്ചുകൂടി വാമും കുറച്ചുകൂടി വലുപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പൊ വന്നത് കേട്ടോ, പുതിയത്. ഇതിൽ ഈ നെറ്റ് കണ്ടില്ല നിങ്ങൾ? ഈ നെറ്റിൻ്റെത് കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ കെട്ടുന്നിടത്ത് ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ട് വന്ന ഒരു ലൈറ്റാണ് കേട്ടോ. ഇത്രയും ലൈറ്റുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്. ഇത് വാമിലും ഉണ്ട് വൈറ്റിലും ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഈ വൈറ്റ് ലൈറ്റ് നമ്മളതിൽ സ്ഥിരമായിട്ട് നമ്മളെ നാടുകളിലൊക്കെ കണ്ടാണ്. ഇതിലിപ്പോ ഒരു മഞ്ഞ കളേഴ്സിൽ ഒരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഡിഫറൻറ്റ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ലൈറ്റുകളിൽ. ഇതൊക്കെ ഏറ്റവും വില കുറഞ്ഞ ലൈറ്റുകളാട്ടോ പറയുന്നത്. അതിൽ നമ്മൾ ഈ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഇതാണ് ഇപ്പൊ നമ്മളെ നാട്ടിലുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരിക. കപ്പിന്റെ ലുക്കിലുള്ള LED ലൈറ്റ്സ്. അതേപോലെ സീലിംഗ് ലൈറ്റിൽ ഇത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, ഹൗ ആർ യു? കണ്ടോ സീലിംഗ് ലൈറ്റുകളിൽ ഇതാണ് ഞാൻ പറഞ്ഞ ക്രിസ്റ്റൽ ലുക്കിലേക്കും നമ്മളെ വാം ലുക്കിലേക്കൊക്കെ വന്ന ഒരു കുറച്ച് ഡിസൈൻ മാറ്റങ്ങൾ. ഇതൊക്കെ കണ്ടങ്ങൾ. ഇത് ശരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ലൈറ്റ് വരുമ്പോൾ. ഹലോ, ഹായ്. ഇത് നമ്മളതിൽ ഉണ്ടായിരുന്ന ഡിസൈനൊക്കെ ഉണ്ടാവും. ഇതിന് ശരിക്കും ആ ക്രിസ്റ്റൽ ലുക്കിലേക്ക് അതിന്റെ കൊണ്ടുവന്നു. പക്ഷെ ഇതിനൊന്നും വില മാറ്റങ്ങളില്ല കേട്ടോ. സംഭവം നമുക്ക് ആ റിച്ച് ലുക്കിൽ കാണുന്നുണ്ട്. അതിന് റേറ്റിൽ മാറ്റങ്ങളൊന്നും വന്നില്ല. അപ്ഡേഷൻസ് മാത്രമാണ്. കണ്ടോ ഈ വൈറ്റ് ലൈറ്റൊക്കെ കണ്ടേക്കണം. നമ്മൾ കാണുമ്പോൾ കത്തി വരുമ്പോൾ ഇതേ ലുക്കിലേക്കാണ്. ഇതൊന്നും നമ്മൾ മുമ്പ് ഇതുവരെ കാണാത്ത ടൈപ്പിലാണ് ഇതിന്റെ ഫിനിഷിങ്ങും ഡിസൈനും വരുന്നത്. അതേപോലെ നമുക്കിവിടെ ലോക്കലായിട്ട് നമ്മൾ മാർക്കറ്റ് മൊത്തം വിസിറ്റ് ചെയ്യാൻ നമുക്ക് സഞ്ചരിക്കാൻ ഇപ്പം നമ്മളിലുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ തന്നെ കേട്ടോ. പക്ഷെ അതിന്റെ ഡിസൈൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ BMW എന്നൊക്കെ എഴുതിയിട്ട് അമേരിക്കൻ ബസ്സില്ലേ, വലിയ ബസ്സിന്റെ ആ ലുക്കിലാണ് ഇപ്പൊ അതുള്ളത്. പച്ച കളറിൽ കണ്ടില്ല നിങ്ങള്? അപ്പൊ ഇതിൽ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഏറ്റവും പുതിയ ഡിസൈനും കൂടി ആയിട്ടുണ്ട് ഇട്ടത്. അപ്പോൾ നമ്മൾ 2026 ജനുവരി വരെയുള്ള അപ്ഡേഷൻസ് ആണ് നമ്മൾ ഈ ലൈറ്റുകളിൽ ഇങ്ങനെ കിട്ടത്. ഇനി ഓരോ സമയത്തും വരുന്ന അപ്ഡേഷൻസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഓരോ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടുമ്പം ഓരോ മോഡൽസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏകദേശം അതിൻ്റെ വില കണക്കും ഞാൻ വിടും. അപ്പം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ വേണ്ട രീതിയിൽ എല്ലാ സപ്പോർട്ടും തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അപ്ഡേഷനുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.